ഇപ്പോൾ ഇവിടെ രാമനാട്ടിൽ റോഡ് ബ്ലോക്കാണ്. ഈ റോഡ് ബ്ലോക്ക് ആവാനുള്ളൊരു കാരണമുണ്ട്. രാമനാട്ടുകരയിൽ നിന്ന് കൊണ്ടോട്ടിക്ക് പോകുന്ന മാലിക് ദിനാർ എന്ന പ്രൈവറ്റ് ബസ് രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബൈപ്പാസിൽ പോകുന്നതിന് ചെറിയ ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിൽ സഹകരിച്ച് ചില ബസ്സുകൾ മുന്നോട്ട് പോകാൻ കഴിയാതെ ആ വൺ വേ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി റോഡിലേക്ക് ഡിവൈഡറിൻ്റെ വലതുവശത്തു കൂടി എടുത്ത് സ്പീഡിൽ മുന്നോട്ട് ചെന്നു. അപ്പോൾ പേടിച്ച് മറ്റുള്ള വാഹനം ഒതുക്കി കൊടുക്കണം. അതാണ് അവരുടെ നിലപാട്. എന്നാൽ ആ ബസ്സിൻ്റെ ഡ്രൈവർ ഉദ്ദേശിച്ച തരത്തിൽ പോകാൻ കഴിഞ്ഞില്ല. റോഡ് ബ്ലോക്കായി പിറകിലേക്ക് എടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സത്യത്തിൽ പ്രൈവറ്റ് ബസ് കൊണ്ട് മറ്റുള്ളവർ സഹികെട്ട മട്ടാണ്. കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ബസ് ഒരു ടൂ വീലറുകാരനെ ഇടിച്ച്. ആ ടൂ വീലറാണിത്. ഹെൽമറ്റ് വെച്ചിരുന്നത് കൊണ്ടാണ് കഷ്ടിച്ചയാൾ രക്ഷപ്പെട്ടത്. എന്നിട്ടും പരിക്കുണ്ട്. അയാളെ അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. സിറ്റിക്കുള്ളിൽ 35 കിലോമീറ്റർ വേഗതയെ പാടുള്ളൂ എന്ന നിയമം അവർക്ക് ബാധകമല്ല. 60 കിലോമീറ്റർ കൂടുതൽ വേഗതയിലാണ് അവർ മത്സരിച്ചോടുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് ഇപ്പോൾ റോഡിൽ ഇറങ്ങാൻ പേടിയായിട്ടുണ്ട്. ഇത് അധികൃതർ ശ്രദ്ധിക്കുന്നേയില്ല. ഇത്തരം പ്രവണതകൾ തടഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് റോഡിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഈ അക്രമം കാണിക്കുന്ന ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ RC ഓണർക്കും എതിരെ ട്രാഫിക് നിയമം പാലിക്കാത്തതിനും അമിത വേഗതയ്ക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്.